അതേട്ടാ, അനു സൂയിസൈഡ് ചെയ്യാൻ നോക്കി. കുറച്ചു മുൻപ് കർണൻ്റെ ഡാഡിയെ വിളിച്ചു പറഞ്ഞ് എൻ്റെ ഡാഡിയോട്. നോ, അനു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർക്ക് ആള് മാറിയതാവും. ഞാനെന്തിനാ ഏട്ടനോട് കള്ളം പറയുന്നേ? ഏട്ടനോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? പ്രിയ, നീ സത്യമാണോ പറയുന്നേ? ആണെങ്കിൽ തന്നെ അനു അവൾ എന്തിനാ അങ്ങനെ ചെയ്യാൻ നോക്കിയേ? കർണനും ഞാനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതുകൊണ്ട്. നീ എന്തൊക്കെയാ പറയുന്ന പ്രിയ? അതിന് കർണൻ സമ്മതിച്ചോ ഈ വിവാഹത്തിന്? ആര് സമ്മതിച്ചാലും കർണൻ ഇതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കർണന് സമ്മതിക്കേണ്ടി വന്നു. അതിന് കാരണം എനിക്കറിയില്ല ഏട്ടാ. ഞാനും ആഗ്രഹിക്കുന്നില്ല അനുവിനെ പോലൊരു പാവൻ പെൺകുട്ടിയെ സങ്കടപ്പെടുത്തിയൊരു ജീവിതം. എന്നാൽ ഡാഡിയുടെ സ്വഭാവം ഏട്ടൻ അറിയാവുന്നതല്ലേ. അവളുടെ ഡാഡിയുടെ തീരുമാനത്തിലാണ് പ്രധാനം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പോലും. അവൾ കരഞ്ഞെനിക്ക് മുൻപിൽ നിന്ന് പറയുമ്പോൾ അനുവിനോടുള്ള അന്ധമായ സ്നേഹത്തിൽ ഞാനതെല്ലാം വിശ്വസിച്ചൊരു നിമിഷം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്ക് അവളെ കാണണം പ്രിയ, എൻ്റെ അനുവിനെ. എനിക്ക് അവളോടുള്ള ഇഷ്ടം പോലും വേണ്ടെന്ന് വെച്ചത് അവർ തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ലായിരുന്നു ഞാൻ അവളെ. എനിക്കവളെ കാണണം പ്രിയ. അവളോട് പറയണം ഈ ജീവിത അവസാനം വരെ ഞാൻ കൂടെയുണ്ടാവുമെന്ന്, ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ലെന്ന്. ഏട്ടൻ ടെൻഷൻ ആവാതെ, ഏട്ടൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവും കൂടെ. എന്തിനും ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. തൽക്കാലം ഏട്ടൻ അവളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഏട്ടൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്ന് തുറന്ന് പറഞ്ഞെന്ന് വരില്ല അവൾ. ഒരു പെണ്ണിനല്ല മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാവൂ. ആദ്യം ഞാൻ അവളോട് സംസാരിച്ചു നോക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി ഏട്ടൻ്റെ മനസ്സിലെ ഇഷ്ടം. ഈ സമയം അവൾ ഒരുപാട് തളർന്നിരിപ്പുണ്ടാവും. അതുകൊണ്ട് ആദ്യമേ പറയണ്ട. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏട്ടാ? ഒളികണ്ണോട് അവൾ എന്നെ നോക്കി ചോദിക്കുമ്പോൾ അതിനു പിന്നിലെ ചതി അറിയാതെ ഞാൻ അതിന് സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ വിളിക്കുമ്പോൾ എവിടേക്കെന്ന് പോലും ചോദിക്കാതെ എന്നോടുള്ള വിശ്വാസത്തിൽ കൂടെ വന്നതായിരുന്നു അനു. അന്ന് ഞാൻ അനുവിനെ കൂട്ടിക്കൊണ്ട് പോകും മുന്നേ അവൾ വന്നിറങ്ങിയത് കർണൻ്റെ അച്ഛൻ്റെ കാറിലായിരുന്നു. എനിക്കൊപ്പം അവൾ ആ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വന്നു നിന്നു. അകത്തേക്ക് കയറാതെ ചുറ്റും അവൾ കണ്ണുകൾ ഓടിച്ചു. അവിടെ തന്നെ നിൽക്കുമ്പോൾ സുപ്രിയ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചകത്തേക്ക് കൊണ്ടുവന്നു. സുപ്രിയയെ കണ്ടിട്ടും ഭാവവ്യത്യാസമില്ലാതെ അവളോട് ചെറുപുഞ്ചിരിയോടെ സംസാരിക്കുന്ന അനുവിനെ ഇമചിമ്മാതെ നോക്കി നിന്നു. അനുവിനെ കാണാനുള്ള തിടുക്കത്തിൽ ഫോൺ എടുക്കാതെയാണ് വന്നത്. അമ്മ അത്യാവശ്യമായി എന്നെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നും ഞാൻ പോയിട്ട് വരുന്നവരെ അനുവിനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. എന്നാൽ അത് അനുവിന് വേണ്ടി എന്നിലൂടെ ഒരുക്കിയ ട്രാപ്പാണെന്ന് വീട്ടിലെത്തുമ്പോഴാണ് അറിഞ്ഞത്. അമ്മയിൽ നിന്നും അമ്മ എന്നെ വീട്ടിലേക്ക് വരാൻ സുപ്രിയയോട് പറഞ്ഞില്ലെന്നറിഞ്ഞതും എൻ്റെ നെഞ്ച് പിടയ്ക്കാൻ തുടങ്ങി. അമ്മയോടൊന്നും പറയാതെ വേഗം അനുവിൻ്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. അവിടെ എത്തുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അനുവിൻ്റെ ദേഹത്തൊരു തുണ്ട് തുണി പോലും ഇല്ലായിരുന്നു. അയാളിലെ കാമവെറി എൻ്റെ പെണ്ണിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടും അയാൾ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ പോയി അയാളെ ചവിട്ടി പിന്നിലേക്ക് എറിഞ്ഞിട്ട് അനുവിനെ തട്ടി വിളിക്കുമ്പോൾ അയാൾ നൽകിയ വേദനയിൽ അവളുടെ ശരീരത്തിൽ നിന്നും മുറിവും ചോരയും പടർന്നിരുന്നു. ഞാൻ വിളിച്ചിട്ടും എണീക്കാതിരുന്ന അനുവിനെ അവിടെ കിടന്ന ബെഡ്ഷീറ്റ് കൊണ്ട് ഞാൻ പുതച്ചു കരങ്ങളിൽ തൂക്കിയെടുക്കുമ്പോൾ പിന്നിൽ നിന്നും എൻ്റെ തലയ്ക്ക് ശക്തിയായി അടികിട്ടിയതും എൻ്റെ കയ്യിൽ നിന്നും അനു ബെഡിലേക്ക് ഉതിർന്നു വീണു. തലയിൽ കൈവച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു ഇരുപതണ്ടുമായി നിൽക്കുന്ന സുപ്രിയയെ. ഒരു നിമിഷം അവളെ കൊല്ലാനുള്ള ദേഷ്യം ആളിക്കത്തി. കുഴഞ്ഞു പോകുന്ന കാലുകളോടെ അവൾക്ക് മുന്നിലേക്ക് പോകാനാഞ്ഞതും അവളിൽ നിന്നുമായി ഇരുപതണ്ട് വാങ്ങി അയാൾ ജനാർദ്ദനൻ എനിക്ക് മുൻപിൽ വന്നു നിന്നു. നീ എന്താടാ പന്ന മോനെ കരുതിയേ? നിന്റെ ദിവ്യപ്രേമം നടത്തി തരാൻ വേണ്ടിയാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നതെന്നോ? എന്നാ നിനക്ക് തെറ്റി. ഞങ്ങൾക്ക് വേണ്ടത് കർണനും അവൻ്റെ സ്വത്തുക്കളുമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് ഇവളും. ഇവളെ അല്ലാതെ മറ്റൊരുത്തിയെ കെട്ടില്ലെന്ന് ആ പുന്നാരമോൻ എന്നെ നോക്കി വെല്ലുവിളിച്ചു. അപ്പം പിന്നെ അടങ്ങിയിരിക്കുമോ ഈ ഞാൻ? നീയും ഇവളും കമ്പനിയാണെന്ന് ഇവളിൽ നിന്ന് അറിഞ്ഞതും ഞാനാ നിന്നോട് സ്നേഹത്തോടെ ഇടപെടാൻ പറഞ്ഞയച്ചത്. അതിൽ നീ മൂക്കുകുത്തി വീണു. ഒപ്പം ദേ ഇവളെയും. ഇവളെ കൊല്ലാൻ തന്നെയാ നിന്നിലൂടെ അവളെ ഇവിടേക്ക് എത്തിച്ചത്. ഇവൾ ചത്തു മേലോട്ട് പോയാലേ അവനെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊരു ഡ്രാമ കളിച്ചത്. പക്ഷേ ഇവളെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി മോനെ. ഞാനും ഒരാണല്ലേ, എനിക്കും കാണില്ലേ ആഗ്രഹങ്ങൾ.
ഇവളെ വേദനിപ്പിച്ചു കൊല്ലണമെന്നാ കരുതിയേ. പക്ഷേ എന്തോ ഇവളെ കണ്ടപ്പോൾ ഞാനത് മറന്നു. അവളെ ഒന്ന് സുഖിച്ചിട്ട് അതിലൂടെ എനിക്ക് കിട്ടുന്ന സുഖം അനുഭവിച്ച ശേഷം കൊല്ലായെന്ന് കരുതി. പക്ഷേ പെണ്ണിൻ്റെ എതിർപ്പ് കാരണം ചത്തുപോയി. ചത്താലും എന്താ, ഒരു 1.5 മുതലിനെ അല്ലടാ നീ കൊണ്ട് തന്നിട്ട് പോയത്. അതും പറഞ്ഞ് അയാൾ ചിരിക്കുമ്പോൾ അച്ഛൻ്റെ കാമവരി കേട്ട് മകളും ചിരിക്കുന്നുണ്ടായിരുന്നു. എടാ പന്നെ, നിങ്ങൾ എൻ്റെ അനുവിനെ. അത്രയും പറഞ്ഞ് അയാൾക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ എന്നെ വീണ്ടും ആ ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചു. അപ്പോഴേക്കും എൻ്റെ ബോധം മറയാൻ തുടങ്ങിയിരുന്നു. ബോധം മറയും മുന്നേ അയാൾ പറഞ്ഞ കാര്യം വീണ്ടും എന്നെ നടുക്കി. എൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നിന്നെയും നിന്റെ തള്ളയെയും തന്തയെയും ഇതുപോലെ കൊല്ലാൻ നോക്കി. എന്തു ചെയ്യാം, അവന് നിന്റെ തന്തയ്ക്ക് ആയുസ് കുറവായിരുന്നു. പക്ഷെ നീയും നിന്റെ തള്ളയും പുഷ്പം പോലെ രക്ഷപ്പെട്ടു. എന്തു ചെയ്യാൻ, അവൾക്കൊപ്പം ചാവാൻ നിനക്കും വിധിയുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ തള്ളയിലൂടെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ശേഷം ഈ കണ്ടതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേടി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ വാഴും. അതും പറഞ്ഞ് അയാൾ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബോധം എന്നിൽ നിന്നും മറഞ്ഞു. എൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ ബോധമില്ലാതെ ഞാൻ അനുവിൻ്റെ ഓർമ്മയിൽ മാത്രം ജീവിക്കുമ്പോൾ അവർ സന്തോഷിച്ചു. അന്ന് ഞാനും മരിക്കുമെന്ന് കരുതിയെങ്കിലും അത് നടന്നില്ല. പക്ഷേ ഓർമ്മ നഷ്ടപ്പെട്ടവനാണ് അവരുടെ മുന്നിലിരിക്കുന്നതെന്ന് അറിഞ്ഞതും അവരിലെ സന്തോഷം 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ ആദ്യം ഇവിടേക്ക് വന്ന് സത്യങ്ങൾ പറയണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ എനിക്ക് ബോധം അറിഞ്ഞ ശേഷമുള്ള പലതും ഓർമ്മയില്ലാത്തതുകൊണ്ട് അതും കൂടെ അറിഞ്ഞിട്ട് ഇവിടെ വരണമെന്ന് കരുതി. അന്നമ്മ അവിടേക്ക് വരുമ്പോൾ ഞാൻ അനുവിനെ പീഡിപ്പിച്ചു എന്നും അത് കണ്ടുകൊണ്ട് വന്ന കർണൻ്റെ അച്ഛൻ എന്നെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ അമ്മയെ വിശ്വസിപ്പിച്ചു. ഈ കാര്യങ്ങൾ പുറം ലോകമറിഞ്ഞ നാണക്കേടാവുമെന്നോർത്ത് അയാളെ അങ്കിൾ തന്നെ തലക്കടിച്ച് കൊന്നു എന്നും പറഞ്ഞു. അനിയത്തിയോടും മകനോടുമുള്ള സ്നേഹം കൊണ്ട് അത്രയും അയാൾ പറയുമ്പോൾ ചേട്ടനെ അന്ധമായി വിശ്വസിച്ച എൻ്റെ അമ്മ അയാൾ പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിച്ചു. അന്നൊരു പക്ഷേ നിന്റെ അച്ഛൻ അവിടെ എത്തി സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം നിന്റെ അച്ഛനെ കൊന്ന് അന്ന് മരിച്ചു വീണ ബിൽഡർമാരുടെ കൂട്ടത്തിൽ കൊണ്ട് കിടത്തിയത്. പിന്നെ അനുവിനെ പിച്ച് ചീന്തിയിട്ട് നിന്റെ അച്ഛനാണെന്ന് വരുത്തി തീർത്ത ശേഷം അവളെ ആ ഓടയിൽ ഉപേക്ഷിച്ചത്. അത്രയും പറഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു എല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുന്ന കർണനെയും പല്ലവിയെയും രേവതിയെയും. ഒരു നിമിഷം രേവതിയിൽ തന്നെ എത്തി നിന്നിരുന്നു ദത്തൻ്റെ കണ്ണുകൾ. അവൻ അവർക്കടുത്തേക്ക് പാഞ്ഞെടുത്ത് അവരുടെ കാലിലിറുകെ പിടിച്ച് അവർക്ക് മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. അറിയാതെയാണെങ്കിലും ഞാൻ കാരണമാ അമ്മയുടെ മോള് അനുവിനിങ്ങനെ സംഭവിച്ചത്. ഞാൻ മാത്രമാണ് അവരുടെ മരണത്തിന് ഉത്തരവാദി. ഞാനന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാതിരുന്നെങ്കിൽ ഇന്നും അമ്മയുടെ അനുജീവനോടെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കാലിൽ പിടിച്ചു കേണുകൊണ്ട് അവൻ കരയുമ്പോൾ തന്നെ ബോധമറിഞ്ഞ നിലത്തേക്ക് വീണിരുന്നു രേവതി. കർണൻ അമ്മയെന്ന് വിളിച്ചോടി വന്ന് അവരെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ പല്ലവിയും ദത്തനും മഹേശ്വരിയും ചെന്നിരുന്നു. മുഖത്തേക്ക് വെള്ളം വീണിട്ടും അവർ എണീക്കാതിരുന്നതും വേഗം തന്നെ ഫാമിലി ഡോക്ടറെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ കർണൻ പറഞ്ഞിരുന്നു. ഡോക്ടർ കർണൻ്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കാനൊന്നുമില്ല, BP കൂടിയതാ. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ആരും അവരെ ശല്യം ചെയ്യേണ്ട. ഒന്നുറങ്ങി എണീക്കുമ്പോൾ ശരിയാവും. അത്രയും പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുമ്പോഴും കർണൻ്റെ മനസ്സ് പിടഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ദത്തനിൽ നിന്നും കേട്ടതെല്ലാം ഓർത്ത് കർണൻ ആരെയും നോക്കാതെ മുകളിലേക്ക് പോയി. അപ്പോഴേക്കും ദത്തൻ പല്ലവിക്കരികിലേക്ക് വന്നു നിന്നു. ഇപ്പം അവൻ്റെ മനസ്സ് ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നു എന്നറിയാം. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവൻ അറിഞ്ഞത്. പെട്ടെന്ന് അതൊന്നും അവനെ ഉൾക്കൊള്ളാനാവില്ലെന്നും അറിയാം. താൻ കൂടെ വേണം, അവനൊപ്പം. ഒറ്റയ്ക്കാക്കരുത് എൻ്റെ അനുവിൻ്റെ കർണനെ. അത്രയും പറഞ്ഞ് ദത്തൻ അമ്മയ്ക്കൊപ്പം അവിടെ നിന്ന് പോകുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. എല്ലാം കർണനോട് തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത്. പല്ലവി വരുമ്പോൾ കർണൻ ബെഡിലിരുന്ന് മുഖം പൊത്തി കരയുവായിരുന്നു. അവനെ ആദ്യമായാണ് അവൾ ആ അവസ്ഥയിൽ കാണുന്നത് പോലും. എന്തോ അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പല്ലവി വേഗം ചെന്ന് അവൻ്റെ മുന്നിലായി വന്നു നിന്നു. അതിനുശേഷം അവൻ്റെ തോളിൽ അവളുടെ കരങ്ങൾ ചേർത്തതും അവളെ അവനിലേക്ക് ചേർത്തു നിർത്തി അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു കരയാൻ തുടങ്ങിയിരുന്നു അവൻ. ആ സമയം അവൾ അവൻ്റെ അമ്മയായി മാറിക്കൊണ്ട് അവൻ്റെ തലമുടിയിഴകളെ തഴുകി. അപ്പോഴും അവൻ്റെ അവസ്ഥയോർത്ത് അവളുടെ കണ്ണുകളും നിറഞ്ഞു തൂകിയിരുന്നു. ഏറെ നേരത്തിനു ശേഷം അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ഒരു നിമിഷം അവളെ തന്നെ അവൻ ഉറ്റുനോക്കി.
കർണനെ ഒന്ന് നോക്കിയ ശേഷം പിന്നിലേക്ക് നീങ്ങിപ്പോകാൻ പോയ പല്ലവിയുടെ കരങ്ങളിൽ കർണന്റെ പിടി വീണിരുന്നു. അവൾ അവനെ പിടിച്ച് അവൾക്കടുത്തായിരുത്തി എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആരും അവളെ ഒന്ന് നുള്ളി പോലും വേദനിപ്പിച്ചിട്ടില്ല. അവൾക്ക് എൻ്റെ അനുവിന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവുമല്ലേ. ഞാനപ്പോൾ അവൾക്കരികിലെത്തിയെങ്കിൽ, അവളെ ഒന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ മനസ്സുരുകി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. എൻ്റെ തെറ്റായെല്ലാം എൻ്റെ തെറ്റാ. അന്ന് അവളെ ഒറ്റയ്ക്കാക്കി മുമ്പേക്ക് പോകാതെ ഇരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൻ കരഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ നിമിഷം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പല്ലവിക്കും അറിയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ അവളുടെ ചങ്ക് നീറും പോലെ തോന്നി. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. അവൻ പല്ലവിയുടെ കരങ്ങൾ പിടിച്ച് അതിൽ ചുണ്ടുകൾ ചേർത്തു. നീയും ഇനി എൻ്റെ അനുവിനെ പോലെ എന്നെ തനിച്ചാക്കി പോയേക്കല്ലേ. ഞാൻ ചത്തുപോകും. എനിക്ക് നിന്നെയും ഇത്തുമോളെയും വേണം. എന്നിലെ ശ്വാസം എന്നിൽ നിന്നും ഇല്ലാതാവുന്ന നാൾ വരെയും ഒരിക്കലും അനുവിന് സംഭവിച്ചതുപോലെ നിനക്കും സംഭവിക്കാൻ ഇടവരുത്തില്ല ഞാൻ. അത്രയും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഇതൊരിക്കലും സഹതാപത്തിൻ്റെ പേരിലോ നിന്നിൽ എൻ്റെ അനുവിനെ കണ്ടിട്ടോ അല്ല. ശരിക്കും എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമാ, ഈ എന്നേക്കാളേറെ. കർണൻ അത് പറയുമ്പോൾ പല്ലവിക്ക് ആകാശം കീഴടക്കിയ പോലുള്ള സന്തോഷമായിരുന്നു. അവളിലെ സന്തോഷം അവൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും വലുതായതുകൊണ്ട് അവൾ അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് അഭിമുഖമായി വെച്ച ശേഷം അവൻ്റെ ആ മുഖമെല്ലാം ചുംബനം കൊണ്ട് മൂടിയിരുന്നു. അന്നത്തെ ദിവസം രേവതി ആരോടൊന്നും കൂട്ടാക്കിയില്ല. എല്ലാം അറിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു മരവിപ്പായിരുന്നു. തൻ്റെ മകളുടെ മരണം ഇത്രയും നിജമായതോർത്ത് ആ അച്ഛൻ്റെ ഹൃദയം വേദനിച്ചു. അതുപോലെ തന്നെ തൻ്റെ കൊച്ചുമകളുടെയും മകൻ്റെയും മരണം അതിത്രയും ക്രൂരമായിരുന്നു എന്നതിൽ ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സ് അതുപോലെ തന്നെ പിടഞ്ഞു. രേവതിയുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ആരും അവരെ ശല്യപ്പെടുത്തിയില്ല. അന്നത്തെ ദിവസം ആ വീട് വളരെ ശാന്തമായിരുന്നു. പല്ലവിയും കർണനിലും ആ വീട്ടിലെ മറ്റുള്ളവരുടെ മുഖത്ത് സങ്കടം മനസ്സിലാക്കിയ കൊണ്ടാവാം അന്നത്തെ ദിവസം ഇത്തുമോളും ചിരിക്കാൻ മറന്നിരുന്നു.